നമസ്കാരം. 2024 നീറ്റിനെ കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഇപ്പോൾ ഒത്തിരി വിദ്യാർത്ഥികൾ അവരുടെ OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്തതുമായിട്ട് സഫയറിനെ സമീപിക്കുകയാണ്. പല കുട്ടികളുടെയും OMR ഷീറ്റ് അത് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ്, കേരളത്തിലും അങ്ങോളം ഇങ്ങോളം പല സെൻറ്ററുകളിലെ പല ക്ലാസ്സുകളിലും OMR ഷീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ അധികം താമസിച്ചിട്ടാണ്. ഇത് ഒരു സംസ്ഥാനത്തെയോ ഒരു സെൻറ്ററിലെയോ ചില സ്ഥലങ്ങളിലോ മാത്രം കുട്ടികൾക്ക് മാത്രം ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, 2 വിദ്യാർത്ഥികളുടെ OMR ഷീറ്റാണ് ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അവർ ഒപ്പിട്ടിരിക്കുന്ന സമയം അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ചില കുട്ടികൾക്ക് ഒരു കുട്ടി ഒപ്പിട്ടിരിക്കുന്നത് 2:15 PM. അത് വെരിഫൈ ചെയ്ത് ഇൻവിജിലേറ്റർ ഒപ്പിട്ടിട്ടുണ്ട് 2:30. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ OMR ഷീറ്റിൽ ഡൗൺലോഡ് ചെയ്തതിൽ ആ വിദ്യാർത്ഥി ഒപ്പിട്ടിരിക്കുന്ന സമയം 1:55. അതേ സമയം തന്നെ ഇൻവിജിലേറ്റർ 1:55 ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ 2:15 OMR ഷീറ്റ് ഒപ്പിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ 2:10 ശേഷമാണ് ആ കുട്ടിക്ക് OMR ഷീറ്റ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും കയ്യിലേക്ക് കിട്ടുന്നത്. 2:15 ആ കുട്ടി ഒപ്പിട്ടത്. ഇതിങ്ങനെ ഒത്തിരി വിദ്യാർത്ഥികളിൽ ഈ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി വിദ്യാർത്ഥികൾ നമ്മളെ ഇതുമായിട്ട് ഈ OMR ഷീറ്റിൻ്റെ കോപ്പിയുമായിട്ട് സമീപിക്കുന്നുണ്ട്. 1:55 ആ ഒപ്പിട്ടിരിക്കുന്ന വിദ്യാർത്ഥിയും പറഞ്ഞത് 2 മണിക്ക് ശേഷമാണ് അയാൾക്ക് OMR ഷീറ്റ് കിട്ടിയത്. പക്ഷേ അവിടെ ഇൻവിജിലേറ്റർ ഇൻസിസ്റ്റ് ചെയ്യായിരുന്നു 1:55 എന്ന സമയം വച്ച് ഒപ്പിടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്ഥിതി തീർച്ചയായിട്ടും മാറേണ്ടതാണ്. ഈ ഒരു അവസ്ഥ അത് മുൻകാലങ്ങളിലും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ സാർ? അപ്പോൾ അതേക്കുറിച്ചിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് ഇതേപ്പറ്റി ഒരു നിലപാടെടുക്കാൻ പറ്റുന്നത്? ഇപ്പോൾ NTA പറഞ്ഞിട്ടുണ്ട് ലേറ്റാകുന്ന ഓരോ മിനിറ്റിനും മാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്കും മാർക്ക് കിട്ടേണ്ട അർഹതയുണ്ട്. ഇതുപോലെ എത്രയോ കുട്ടികൾ കേരളത്തിൻ്റെ അകത്തും ഇതുപോലെ വന്നിരിക്കാം. ആ കുട്ടികൾക്കും ഇതേപോലെ മാർക്ക് കിട്ടണം, ഗ്രേസ് മാർക്ക് കിട്ടണം. അല്ലാതെ കുറച്ച് കുട്ടികൾക്ക് മാത്രം കൊടുക്കുക, കുറച്ച് കുട്ടികൾക്ക് ഇല്ലാതിരിക്കുക, അത് പാടില്ല. അത് അവരുടെ കാണിക്കുന്ന വളരെ വലിയ അനീതിയാണ്. ഇതുപോലെ എത്ര കുട്ടികൾ കാണുമായിരിക്കാം. ആ കുട്ടികൾക്കും ഇതേപോലെ ഇതിനുള്ള അവസരം കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്തിട്ട് പുതിയ എക്സാം നടത്തണം. കാരണം ഇഷ്ടം പോലെ കുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് മാത്രം ടൈമിൽ മാത്രമല്ല, ചിലയിടത്ത് 2:20 പറയുന്നുണ്ട്. കുട്ടികൾ എന്നിച്ച് പറയാൻ പോയപ്പം പലരും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരിത് മാറിക്കിട്ടണമെങ്കിൽ ഒന്നുകിൽ എക്സാം ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് ഇടണം. തീർച്ചയായും ഈ റാങ്ക് ലിസ്റ്റ്, പുതുതായി റാങ്ക് ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സാധനമാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനൊരു തീരുമാനം NTA എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ തുല്യനീതി എന്ന് പറയുന്നത് അത് അവരുടെ അവകാശമാണ്. ഇതിന് ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് ഇല്ല യഥാർത്ഥത്തിൽ. പക്ഷേ ആ ക്ലാസ്സിൽ ഇൻവിജിലേഷനിൽ നിന്ന് അധ്യാപകന്റെ സാന്നിധ്യത്തിൽ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ OMR ഷീറ്റിൽ സമയം മാർക്ക് ചെയ്തിട്ടുള്ള ഒത്തിരി വിദ്യാർത്ഥികളുണ്ടാവും. എനിക്ക് ഈ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് സർ. നിങ്ങളുടെ OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ദയവ് ചെയ്ത് പരിശോധിക്കണം. നിങ്ങൾ ഏത് സമയം ആണ് അതിൽ സൈൻ ചെയ്തിരിക്കുന്നത്? 2 മണി എന്നതിന് ശേഷമാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമുക്കത് വളരെ വ്യക്തമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും OMR ഷീറ്റും കിട്ടിയത് 2 മണിക്ക് ശേഷമാണ്. നമ്മളത് ഫില്ല് ചെയ്ത് നമ്മൾ ഒപ്പിട്ടിരിക്കുന്നത് ഇൻവിജിലേറ്ററുടെ മുന്നിൽ വെച്ച് ഒപ്പിട്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ എക്സാം നടക്കേണ്ടത്? എക്സാം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് 1:50 ടീച്ചേഴ്സ് ഇവർക്ക് ക്വസ്റ്റ്യൻ കൊടുക്കണം. 2 മണിക്ക് കറക്റ്റായി എക്സാം തുടങ്ങണം. അതിനു മുമ്പ് ടീച്ചർ അത് ചെയ്ത് തീർക്കണം. പക്ഷേ പലയിടത്തും ചെയ്തിരിക്കുന്ന 2 മണിക്ക് ശേഷമാണ് കൊടുത്തത്. 2:10 കൊടുത്തിട്ടുണ്ട്, 2:05, 2:15 അങ്ങനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ 15 മിനിറ്റ് കുട്ടിക്ക് ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാ കുട്ടികൾക്കും ആ മാർക്ക് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഒരു വിവാദമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ക്വസ്റ്റ്യൻ്റെ കാര്യത്തിലും വിവാദമുണ്ട്. കാരണം ഫിസിക്സിൻ്റെ അകത്ത് ഔട്ട് ഓഫ് സിലബസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 35-ൻ്റെ അകത്ത്
അല്ലെങ്കിൽ ഒരിക്കലും NDA സിലബസ് പ്രസിദ്ധീകരിക്കല്ലേ. ഇന്ന ടോപ്പിക്കിൻ്റെ ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പാടില്ല. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ക്യാൻസൽ ചെയ്തിട്ട് അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചു, തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, വേറെ ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ പാർട്ടിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും ഡിലീറ്റ് ചെയ്യണം, അതും കുട്ടികളെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ആ NDAക്ക് പറ്റിയ തെറ്റ് തിരുത്തണം. ഇതിൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്തത് പരിശോധിക്കുക. ഇനിയും OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ആ ടൈം ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സമയം ഈ 2 മണിക്ക് ശേഷമാണ് എങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളതിൻ്റെ കമൻ്റായിട്ട് ഇടുക. ഇതുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളുമായിട്ട് സഫേർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതിൻ്റെ മുന്നിൽ ഞങ്ങൾ ഒപ്പം തന്നെയുണ്ട് നിങ്ങളോടൊപ്പം. അതിൻ്റെ വരുംകാല നടപടികളുമായിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. Safir, the dream team in entrance coaching.